ഇന്ത്യയിൽ ആദ്യമായി സംവരണം ആവശ്യപ്പെട്ട സമുദായം ഏതാണെന്നറിയാമോ? ബ്രാഹ്മണരാണ്. 1874 മൈസൂരിൽ പോലീസ് വകുപ്പിൽ 20% സംവരണം വേണമെന്ന് ബ്രാഹ്മണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി സംവരണത്തിന് ആവശ്യമുന്നയിച്ചത് ആരായിരുന്നു? നായന്മാരാണ്. നമ്മളെല്ലാം ചരിത്ര പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള മലയാളി മെമ്മോറിയൽ PK ബാലകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നായന്മാരുടെ ഒരു കൊട്ടാര കൊടുങ്കാറ്റായിരുന്നു. തിരുവിതാംകൂർ സർവീസിൽ പരദേശി ബ്രാഹ്മണരുടെ കുത്തക അവസാനിപ്പിച്ച് നായന്മാർക്കും മറ്റും സംവരണം നൽകണമെന്ന ആവശ്യമായിരുന്നു അതിലൂടെ ഉന്നയിച്ചത്. ശവം കെട്ടിത്താഴ്ത്തുമ്പോൾ അതിൻ്റെ കൂടെ കട്ടക്കല്ലും എന്ന് പറഞ്ഞ മാതിരിയാണത്രേ മലയാളി മെമ്മോറിയലിൽ ഡോക്ടർ പൽപ്പുവിനെ പോലെയുള്ള ഈഴവ നേതാവിൻ്റെ ഒപ്പ് വാങ്ങിച്ചതെന്നും PK ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ സംവരണ കാര്യത്തിനു വേണ്ടി ഈഴവർക്ക് വേറെ മെമ്മോറിയൽ സമർപ്പിക്കേണ്ടി വന്നത്. അതവിടെ നിൽക്കട്ടെ. സംവരണ സംബന്ധമായ 3ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ ഇന്ത്യയിലും കേരളത്തിലും സംവരണം ഏർപ്പെടുത്തിയത് എന്ന് മുതലാണ്, എത്ര ശതമാനം സംവരണം ആർക്കൊക്കെ ആരുടെ കാലത്തെല്ലാം ഏർപ്പെടുത്തി എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ സംവരണം നടപ്പാക്കാൻ ആദ്യം തീരുമാനിച്ചത് ഇന്നത്തെ മഹാരാഷ്ട്രയിൽ വരുന്ന കോലാപൂർ നാട്ടുരാജ്യത്തിലെ ഛത്രപതി ഷാഹു മഹാരാജാവായിരുന്നു. 1902 ജൂലൈ 26 ഇറക്കിയ ഉത്തരവനുസരിച്ച് പിന്നാക്ക സമുദായങ്ങൾക്ക് അദ്ദേഹം 50% സംവരണം ഏർപ്പെടുത്തി. ഷാഹു മഹാരാജ് മഹാരാഷ്ട്രയിലെ കീഴാള സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാഫൂലെയുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. 28ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതെന്നും നാം ഓർക്കണം. ബ്രിട്ടീഷ് ഇന്ത്യയിലാണെങ്കിൽ 1925 പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സർക്കാർ സർവീസിൽ സംവരണം ആരംഭിച്ചിരുന്നു. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപേ മലയാളികൾ താമസിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളിൽ സാമുദായിക സംവരണം ഉണ്ടായിരുന്നു. മദ്രാസിൽ ഡോക്ടർ TM നായരുടെയും ഡോക്ടർ C നടേശ മുതലയാരുടെയും P ത്യാഗരാജ ചെട്ടിയാരുടെയും മറ്റും നേതൃത്വത്തിൽ സ്ഥാപിതമായ ജസ്റ്റിസ് പാർട്ടി സർക്കാർ സർവീസിലെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചതിനെ തുടർന്നാണ് 1921 അബ്രാഹ്മണർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള നടപടി മദ്രാസ് സർക്കാർ ആരംഭിച്ചത്. മലബാർ അക്കാലത്ത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നല്ലോ. 1924 മലബാറിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപവത്കരിക്കപ്പെട്ടത്. 1927 എല്ലാ സമുദായങ്ങളെയും 5 വിഭാഗങ്ങളാക്കി തരംതിരിച്ച് പ്രത്യേക വിഹിതം അനുവദിച്ചു. ബ്രാഹ്മണർക്കും അബ്രാഹ്മണ ഹിന്ദുക്കൾക്കും 5, മുസ്ലിങ്ങൾക്ക് 2, ആംഗ്ലോ ഇന്ത്യക്കാർക്ക് 2, ക്രൈസ്തവർക്ക് 2, മറ്റുള്ളവർക്ക് 1 എന്ന നിലയ്ക്കായിരുന്നു സംവരണം. ഇത് പക്ഷേ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് 1934 ജൂലൈ 4 പുറപ്പെടുവിച്ച കമ്മ്യൂണൽ ജിയോ പ്രകാരം മുസ്ലിങ്ങൾക്ക് 25%, OBCകൾക്ക് 8/3, മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് 8/3 എന്നിങ്ങനെ സംവരണം ഏർപ്പെടുത്തപ്പെട്ടു. സർ M ഹബീബുള്ള ദിവാനായിരിക്കുമ്പോൾ 1936 സെപ്റ്റംബറിലാണ് തിരുവിതാംകൂറിൽ സാമുദായിക സംവരണം ഏർപ്പെടുത്തിയത്. 60% മെറിറ്റും 40% സംവരണവും എന്ന നിലയ്ക്ക്. ഹിന്ദുക്കളെ 8 വിഭാഗമായും ക്രൈസ്തവരെ 6 വിഭാഗമായും മുസ്ലിങ്ങളെ ഒറ്റ വിഭാഗമായും തിരിച്ച് പ്രതിമാസം 150 ഉറുപ്പികയിൽ താഴെ ശമ്പളമുള്ള ലോവർ ഡിവിഷൻ തസ്തികകളിൽ മാത്രമാണ് സംവരണം ഏർപ്പെടുത്തിയത്. മിലിറ്ററി, ദേവസ്വം, പുരാവസ്തു വകുപ്പുകളിൽ സംവരണം നടപ്പാക്കിയുമില്ല. അക്കാലത്ത് ഏർപ്പെടുത്തിയ സബ് റൊട്ടേഷൻ വ്യവസ്ഥയുടെ തുടർച്ചയാണ് കേരള PSCയുടെ ഇപ്പോഴത്തെ റൊട്ടേഷൻ സമ്പ്രദായം. 1931 സെൻസസ് കണക്കനുസരിച്ച് എല്ലാ ജാതിക്കാർക്കും ജനസംഖ്യാനുപാതത്തിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് കൊച്ചിയിൽ ദിവാൻ CG ഹെർബർട്ട് ശുപാർശ ചെയ്തിരുന്നു. 5 വർഷത്തേക്ക് പോലീസിൽ നായർ ക്രൈസ്തവ വിഭാഗങ്ങളെ നിയമിക്കാൻ പാടില്ലെന്ന് സഹോദരൻ അയ്യപ്പൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പ്രമേയം കൊണ്ടുവന്നിരുന്നു. 1933 മാർച്ച് 31. പിന്നാക്ക സമുദായക്കാരനായിരുന്ന RK ഷൺമുഖം ചെട്ടി ദിവാനായിരുന്ന സന്ദർഭത്തിലാണ് നിയമനങ്ങളിൽ സാമുദായിക സംവരണം ഏർപ്പെടുന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ TS നാരായണ അയ്യർ ചെയർമാനായി കമ്മിറ്റിയെ നിയോഗിച്ചത്. 1937 ജൂലൈ 27 കൊച്ചിയിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപവത്കരിക്കുന്നതും നാരായണ അയ്യർ സമിതിയുടെ ശുപാർശ പ്രകാരമുള്ള സംവരണം ഏർപ്പെടുത്തുന്നതും. ഇങ്ങനെയായിരുന്നു കൊച്ചിയിലെ ആ സംവരണം. നായർ 16%, തമിഴ് ബ്രാഹ്മണർ 4%, ഈഴവർ 20%, പുലയർ 4%, മറ്റ് ഹിന്ദുക്കൾ 10%, ലത്തീൻ കത്തോലിക്കർ 6%, മറ്റ് ക്രിസ്ത്യാനികൾ 6%, മുസ്ലിങ്ങൾ 6%, ജൂതന്മാർ 2%, പിന്നാക്കക്കാരും അധകൃത വർഗക്കാരും 16%. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും സാമുദായിക സംവരണം സംയോജിപ്പിക്കുന്നതിനായി 1951 ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1952 തിരുക്കൊച്ചി സർക്കാർ ഇനി പറയുന്ന 8 സമുദായങ്ങളെ പിന്നാക്കമായി പ്രഖ്യാപിച്ചു. ഈഴവ, മുസ്ലിം, കമ്മാളർ, ഹിന്ദു നാടാർ, SIUC,
ലത്തീൻ കത്തോലിക്കർ, മറ്റു ഹിന്ദുക്കൾ, മറ്റു ക്രിസ്ത്യാനികൾ. മറ്റു ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പുലയ, പറയ, ഇതര പട്ടികജാതിക്കാരിൽ നിന്നും അല്ലെങ്കിൽ പിന്നാക്ക സമുദായങ്ങളിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം നടത്തിയവരെയാണ് ഉദ്ദേശിക്കുന്നത്. 55% മെറിറ്റും 45% സംവരണവുമാണ് അന്ന് ഏർപ്പെടുത്തിയത്. 45-ൽ 10% പട്ടികജാതി പട്ടികവർഗക്കാർക്കും 35% OBC-കൾക്കും എന്ന നിലയ്ക്കാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. 20 യൂണിറ്റ് റൊട്ടേഷൻ സമ്പ്രദായം വരുന്നതും അപ്പോഴാണ്. ഓരോ 20-ലും 2 SC/ST വിഭാഗത്തിനും 7 OBC-കൾക്കും ബാക്കി 11 മെറിറ്റ് അടിസ്ഥാനത്തിലും നികത്തണമെന്നായിരുന്നു അന്നത്തെ വ്യവസ്ഥ. OBC-കളുടേതുപോലെ പട്ടികജാതിക്കാർക്കും സമുദായം തിരിച്ച് സംവരണം ഏർപ്പെടുത്തിയിരുന്നുവെന്ന്. തിരുക്കൊച്ചിയിലെ സംവരണം ഈഴവർ 13%, മുസ്ലിം 5%, കമ്മാളർ 3%, നാടാർ 3%, SIUC 1%, ലത്തീൻ കത്തോലിക്കർ 6%, മറ്റ് ഹിന്ദുക്കൾ 2%, മറ്റ് ക്രിസ്ത്യാനികൾ അതായത് പരിവർത്തിത ക്രിസ്ത്യാനികൾ 2%, ആകെ 35%. SC/ST സംവരണം പുലയർ 3.5%, പറയർ 1.5%, കുറവർ 1.5%, പട്ടികവർഗം 0.5%, മറ്റു പട്ടികജാതി 1.5%, പള്ളൻ 0.5%, തണ്ടാർ 0.5%, വേലൻ 0.5%, ആകെ 10%. 1956-ൽ ആംഗ്ലോ ഇന്ത്യക്കാരെ കൂടി OBC സംവരണത്തിൽ ഏർപ്പെടുത്തി ഈ പട്ടിക പുതുക്കി. ലത്തീൻ കത്തോലിക്കരുടെ 6-ൽ നിന്ന് 1 എടുത്താണ് അവർക്ക് കൊടുത്തത്. 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ പിന്നാക്ക വിഭാഗക്കാരെയും പട്ടികജാതി പട്ടികവർഗക്കാരെയും പുനർനിർണയിക്കുകയും 70 സമുദായങ്ങളടങ്ങിയ പിന്നാക്ക വിഭാഗ പട്ടിക പ്രാബല്യത്തിൽ വരികയും എല്ലാ തസ്തികകളിലേക്കും നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും സംവരണം ബാധകമാക്കുകയും ചെയ്തു. അങ്ങനെ തിരുക്കൊച്ചിയിലുണ്ടായിരുന്ന 35% OBC സംവരണം കേരളമായപ്പോൾ 40 ഉയർന്നു. അതോടെ രാജ്യത്ത് ആദ്യമായി 50% സംവരണവും 50% മെറിറ്റും എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ഈഴവരുടെ കൂടെ തീയരെയും കൂടി ചേർത്ത് അവരുടെ സംവരണം 14% ഉയർത്തി. 1957-ലെ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് KS&SSR പ്രാബല്യത്തിൽ വരുന്നതും അതിലൂടെ 20 യൂണിറ്റ് സമ്പ്രദായം വന്നതും ഈ കാലത്ത് തന്നെയാണ്. ഇനി പറയും പ്രകാരമായിരുന്നു അന്നത്തെ സംവരണം. ഈഴവ തീയ 14%, മുസ്ലിം 10%, ലത്തീൻ കത്തോലിക്കർ, SIUC, ആംഗ്ലോ ഇന്ത്യൻ 5%, മറ്റ് പിന്നാക്ക വിഭാഗക്കാർ OBC എന്ന് പറയും 10%, മറ്റ് ക്രിസ്ത്യാനികൾ പരിവർത്തിത ക്രിസ്ത്യാനികൾ 1%, ആകെ OBC സംവരണം 40. SC/ST സംവരണം പട്ടികവർഗത്തിന് 2%, പട്ടികജാതിക്ക് 8%, ആകെ SC/ST സംവരണം 10%. 1977 ഡിസംബർ 13-ന് സംവരണ തോത് പുനർനിർണയം ചെയ്ത് ഉത്തരവിറക്കിയിരുന്നു. ക്ലാസ് 4 തസ്തികകളിൽ ഈഴവ സംവരണം 14-ൽ നിന്ന് 11 കുറച്ചതെന്നാണ്. ഇതര OBC വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാനായിരുന്നു അങ്ങനെ ചെയ്തത്. KS&SSRൽ അതിനനുസരണമായ ഭേദഗതിയും വരുത്തി. നിലവിൽ കേരളത്തിലെ ഉദ്യോഗ സംവരണം ഇങ്ങനെയാണ്: 40% ഈഴവരുൾപ്പെടെയുള്ള OBC-ക്കാർക്ക്, 10% പട്ടികജാതി പട്ടികവർഗക്കാർക്ക്, 10% മുന്നാക്കക്കാരിലെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക്, അതായത് EWS എന്ന് പറയും. അതായത് 60% സംവരണവും 40% സംവരണേതര സീറ്റുകളുമാണുള്ളത്. ഇതിൽ OBC-ക്കാർക്ക് മുഴുവൻ സംവരണമില്ല. അതിലെ നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് മാത്രമേ സംവരണമുള്ളൂ. നോൺ ക്രീമി ലെയർ എന്നാൽ എന്താണെന്ന് വിശദമായി വേറൊരു എപ്പിസോഡിൽ പറയാം.